മഴ പെയ്തിട്ടുണ്ട് ആയിട്ടില്ല കേട്ടോ. കേറി ഒരു ഭാഗം ചേച്ചി വെച്ചേക്കണം. ഒരു മഴ പെയ്താലൊന്നും വെള്ളം ഉണ്ടാവില്ല. ഇത് വേനൽ മഴ അല്ലേ. നമ്മളെ മെമ്പർ എല്ലാവർക്കും വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോണു. അൽഹംദുലില്ലാ. മെമ്പർ എല്ലാവർക്കും ഒന്നും വെള്ളം അടിച്ചു കൊടുക്കണില്ല. അനക്കടിച്ചു ഓനെ മുട്ട് കുറേ നടന്നതല്ലേ. ഇറ്റ് തരാൻ്റെ വെള്ളം കിട്ടിയിട്ടില്ല. അനക്കൊരു സാധാ കിണറും ഉണ്ട്, ഒരു കുഴൽ കിണറും ഉണ്ട്. പിന്നെ അനക്കെന്തിനാ വെള്ളം അടിച്ചിട്ടുണ്ട്? വെള്ളം ഇല്ലാത്തവർക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല അത് പോട്ടെ, അവൻ നേരത്തേക്കോ ഞാൻ പിരിവ് വന്നീന്നാ. വാടോ നീന്നു. കൊല്ലം ഓരോരോ കാര്യം പറഞ്ഞു വരും. വീരാനെ എവിടുന്നായിരുന്നു? എത്ര നിങ്ങൾ രണ്ടാളും കൂടി കേറ്റിന്റെ അക്കത്തിക്കണു. ഞാനേ എൻ്റെ നബീസ് ഉക്കൂറി അജ്ജിന് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ചെറിയ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചങ്ങായിമാരോടൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ദൂരത്തേക്കൊക്കെ ഓളാണ്ട് പോകും. ഈ ചാണ്ടൊന്നും പോക്ക് നടക്കൂല. തിങ്കളാഴ്ചയാണ് നിങ്ങൾ ഇനി രണ്ടാളും വരുവോണ്ടി. ഞാൻ പെരീക്കൊന്നും അവിടെ കയറുന്നില്ല. രണ്ടാം ഒപ്പം പറയല്ല, ഞാൻ ചോദിച്ചോളാം. തിങ്കളാഴ്ച എപ്പോഴാ പരിപാടി? ഓൾ എന്നോട് പറഞ്ഞേക്കണേ ഉച്ചക്കാണ് പരിപാടി എന്ന് എല്ലാരോടും പറഞ്ഞാണ്ടിരുന്നു. അല്ല മാമുട്ടി, അന്ന് നമുക്ക് ഏറ്റ പരിപാടി ഒന്നും ഇല്ലല്ലോ. ഇല്ല, തിങ്കളാഴ്ച ഇല്ല. എന്നാ ഞങ്ങൾ എത്തിക്കൊണ്ടിട്ടാ. നബീസും ഒറ്റക്ക് പോകണല്ലോ അജ്ജിന്. അനക്കും ആ കൂർത്തിക്കൂടാണ് പോയിക്കൂടെ. രണ്ടാളും കൂടി പോകുമ്പോത്തേനേ കായ് കൊറേ ആവും. അത് വരും. ഓളന്നെ ഓളെ മുതൽ വിറ്റ കായ് കുറച്ച് ഓളെത്തുണ്ടായിരുന്നു. അതേറ്റ് പോവുകയാണ്. ഇനി ആയിക്കൂടി ഇനിയും കൂടി കൊണ്ടുപോകുക പറഞ്ഞാലേ കായ് തയ്യില്ല. പോവാനൊക്കെ പൂജയൊക്കെ ഉണ്ട്. പൂതില്ലാത്തോല് പാര. ഞാൻ നിങ്ങളോട് തൊതാറ്റ് നിൽക്കുകയല്ല, 5-6 പേരെയും കൂടി പറയാണ്ട്. ഒരു പേരിലേറ്റ ഇനി മറന്നാലേ പോൾ ചെന്നാ ചീത്ത പറയും. പോട്ടെട്ടോ. പച്ച പാവാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരില്ലേ. അവനാൻ്റെ പേര വിട്ടിക്കാണ്ട് ആരാൻ്റെ നാട്ടിൽ പോയി പാത്താളെ താറാറാണ്. ശരിയാണ്. അല്ല, ഈ കൊല്ലം നമ്മളെ പള്ളിക്കൊല ഉസ്താദും അജ്ജിന് പോകണ്ടല്ലോ. അറിഞ്ഞിട്ടില്ലേ? അയാൾക്ക് പോകാലോ. നമ്മളെ മായിൽ 10-700 പേരുണ്ട്. മരിപ്പായിട്ടും പേറ്റിനുണ്ടായാലും പള്ളാണല്ലായിട്ടും എന്തൊക്കെ പരിപാടിയാണ്. ഇതിനൊക്കെയും കായ് ഇട്ടണില്ലേ. കായ് ബാക്കിയാണ് ഈ കാര്യം. അത് അയാളെ കായ് എടുത്തിട്ടൊന്നല്ല പോണ്ട്. നമ്മളെ മഹലിലെ ഏതോ ഒരു പ്രമാണി കൊണ്ടുപോവാണ്. ആരാന്നുള്ള ഇതിൻ്റെ ചോട്ട് കേട്ടിട്ടില്ല കേട്ടോ. കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാൾ പേരുപോലത്തിന് ഇപ്പോൾ പള്ളിക്ക് ഒരാൾ മാണ്ടി വരുമല്ലോ. അപ്പോൾ ഇച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിക്ക് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഉസ്താദല്ലല്ലോ കുത്തുപോതി, വേറൊരു ഉസ്താദാണല്ലോ. ഞാനേ കുറച്ച് നേരം ബഗ്ഗി വന്നത്. അപ്പോൾ അടിയത്തെ ഇലം കിട്ടിയില്ല. ഞാൻ മോൾക്കാ പോയത്. ആളജ് കാണണം. പള്ളി കുപ്പിയൊക്കെ നല്ലോണ്ട്. മൊത്തം മോഡലുണ്ട്. അത്യാവശ്യം തടി. ഇത് പറഞ്ഞ കണക്കിന് തടി ഉണ്ടെങ്കിലേ ചെലവ് കൊണ്ടുള്ള പാത്രം ഒന്ന് മാറ്റേണ്ടി വരും. എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒന്നുമല്ല, കുട്ടികളൊന്നും പോന്നീലേ? കുട്ടികളവിടെ കളിച്ചാണ്. ഇങ്ങോട്ടാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ പോലും പോലും. ഇപ്പൊ ഇജ്ജും കൂടി ആ അജ്ജ് സൽക്കാരത്തിനെ പറ്റി തീരുമാനം എടുത്തുകാണ്ട് ഇജ്ജ് മിഞ്ഞാന്ന് ഇവിടുന്ന് പോയതാണ്. തിങ്കളാഴ്ച അല്ലേ ഇപ്പൊ പരിപാടി. നമുക്ക് തിന്നാനൊന്നും ഉണ്ടാക്കൊന്നും വേണ്ട. ഈ ആൾക്കാർ വരുമ്പോ തിന്നാൻ കൊടുക്കണ്ടേ? എത്ര കാട്ടണം. ഇവിടെ ഉണ്ടാക്കലൊന്നും നടക്കൂലട്ടോ. അതാ കാറ്ററിംഗറെ ജയാപ്പറിനെ ഏൽപ്പിച്ച നമുക്ക്. ഇപ്പൊ എടുക്ക പോയി. ഇപ്പേ തിങ്കളാഴ്ചത്തെ പരിപാടി ഈ ചുറ്റട്ടത്തൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞയച്ചതാണ്. പിന്നെ എൻ്റെ അമ്മൂട്ടിൻ്റെ കൂടെ വിളിച്ചറിഞ്ഞാ പോരെ? അതാ ഇജ്ജ് പോയി പറഞ്ഞോ? പോയി പറയൊന്നും വേണ്ട. അന്ന് ഉപ്പി മേലെ വരാനുള്ളൂ. ഓലിഞ്ഞിപ്പോ വിളിച്ചറിഞ്ഞാലും വരും. ഇജ്ജ് ഞാൻ കാറ്ററിംഗാരോട് പറയുമ്പോഴേ എല്ലാ സാധനങ്ങളും ഉണ്ടായിക്കോട്ടെ, മോശമാക്കണ്ട. അതൊക്കെ ഞാൻ ഓരോട് മട്ടം പോലെ പറഞ്ഞോളാം. പിന്നെ പള്ളിക്കല ഉസ്താദിനോട് ഒന്ന് പറയണ്ടേ? ഉപ്പാനോട് നിങ്ങൾ പറഞ്ഞുകൂടെ പറയാന്? പള്ളിക്കത്തെ നമ്മളെ ഉസ്താദേ ഞങ്ങളെ കൂടെ ഗ്രൂപ്പിൽ പോരുന്നുണ്ടല്ലോ അജ്ജിനെ. വേറൊരു ഉസ്താദ് വന്നിക്കണു. ഓലോട് രണ്ടാളോടും പറയാൻ പറഞ്ഞിക്കണു. ആദ്യത്തെ ഉസ്താദ് ഇനി ഉണ്ടാവോ എന്താ അറിയില്ല. ആ പറഞ്ഞാളി വരികയാണെങ്കിൽ വന്നോട്ടെ. അതൊക്കെ നിങ്ങൾ ഉപ്പാനെ ഏൽപ്പിച്ചാളി. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാനാകുമ്പോഴത്തേനേ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ടിക്കറ്റ് ഇപ്പോൾ 4 ദിവസം കൂടെ ഉള്ളൂ. ഈ തിങ്കളാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയായിട്ട് ഞാൻ പോകും. അപ്പോൾ പിന്നെ ഞാൻ പോണ നേരത്തെ ഇജ്ജ് ഇവിടെ ഇല്ല എന്നുള്ള വർത്താനം പറയരുത്. എൻ്റെ കെഫീലും അജ്ജിന് പോവാണ്. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേന് എത്തണം. അങ്ങനെ ചെറിയ ലീവ് എനിക്ക് കിട്ടിയതാണ്. അപ്പൊ ഇജ്ജ് ഞാൻ ഇറങ്ങണ നേരത്തെ ഉണ്ടാവൂലേ? ഇച്ചാണെങ്കിലേ പോണ ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടുമില്ല. ഓല് പറഞ്ഞിട്ടുമില്ല. ക്ലാസ്സിന് പോയപ്പോൾ വ്യാഴാഴ്ചൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ഇറങ്ങേണ്ട നേരത്തെ ഇപ്പം ഞാൻ ഇല്ലാതിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോകേണ്ടത്. പിന്നെ ഇപ്പോൾ എനിക്ക് പറ്റായിട്ടല്ലേ. ഏതായാലും നിങ്ങൾ അജ്ജൊക്കെ നല്ല രീതിയിൽ ചെയ്തു വരി.
അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്നിട്ട് കയറി ഇരുന്നോളൂ ഉസ്താദെ. ഉസ്താദെ, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചേക്കണ? ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കണ ആചാര്യ. ഞാനേ നാട്ടിക്ക് പോവാണ്. അപ്പൊ നിങ്ങളെ കണ്ട് വിവരം പറഞ്ഞു പോവാച്ചു വന്നതാ. നിങ്ങൾ ഭക്ഷണം കഴിച്ചേക്കണില്ലേ? ഞാൻ ഭക്ഷണം കഴിച്ച് കണക്കുകളൊക്കെ ഒന്ന് നോക്കി. അല്ല, നിങ്ങളെ പകരത്തിന് നിർത്തിയ ഉസ്താദേ, നിങ്ങൾ വരുവോളം നിൽക്കൂലേ? എത്തപ്പയളെ പാട്. മൂപ്പര് അങ്ങനത്തെ കുഴപ്പക്കാരനൊന്നുമല്ല. ഞാൻ വരുവോളം മൂപ്പര് നിൽക്കും. പിന്നെ നാട്ടിൽ പോയിട്ടേ എനിക്ക് ഹജ്ജിന് പോകണം, എല്ലാവരോടും ഒന്ന് പറയണം. പിന്നെ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരും നിങ്ങളവിടെ വരണം. അത് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ അയൽവക്കക്കാരെ വിളിച്ചാണ്ടേ ചെറിയൊരു പാർട്ടി നടത്തണം എന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നൊക്കെ അപ്പം നിങ്ങൾ ദിവസം തീരുമാനിച്ചിട്ടുണ്ട്? അതിപ്പോ ഞാൻ പോണീൻ്റെ 2 ദിവസം മുമ്പ് നടത്തണം വിചാരിക്കുന്നത്. ഞാനേ അവിടെ കൂട്ടുകാരും കുടുംബക്കാരോട് ചോദിച്ചിട്ടേ ഡേറ്റ് തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് വിളിച്ചു പറയണ്ട്. ഉസ്താദെ, എൻ്റെ വാപ്പാക്ക് മരിക്കണീന് മുമ്പ് ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഞമ്മക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അതേമാതിരിയാണ് ഇങ്ങളീ അവസ്ഥ. അതുകൊണ്ടാണ് പൈസ ചെലവാക്കി ഇങ്ങളെ ആഗ്രഹം ഞാൻ നടത്തി തരണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഹജ്ജിന് പോകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കൊളർത്തിട്ടില്ല. നിങ്ങളാണ് എൻ്റെ ആഗ്രഹം സഹായിച്ചു തന്നത്. അൽഹംദുലില്ലാഹ്. എൻ്റെ കുടുംബത്തിന് പ്രാർത്ഥന എന്നും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ സങ്കടപ്പെടുമൊന്നും വേണ്ട ഉസ്താദെ. നിങ്ങൾക്ക് പഠിച്ചോൻ്റെ വിളി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇങ്ങളവിടെ എത്തിപ്പെടും. ഇൻഷാ അല്ലാഹ് ഞാൻ പോട്ടെ ചേരാ. നിങ്ങൾ എനിക്കും വേണ്ടി തോർക്കോണ്ടി. എനിക്കും വേണ്ടി നിങ്ങളും തോർക്കോണ്ടി. പിന്നെ ഉസ്താദെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെ ഹജ്ജിന് പോകാൻ സഹായിച്ചത് ഞാനാണെന്നുള്ളത് ആരോടും പറയണ്ട കേട്ടോ. അതാ ചേരാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയൂല. അതെ, നമ്മളും പഠിച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. അജാരെ, ഞാൻ നാട് പോട്ടെ. അപ്പോൾ പോയാലേ ഒരു ബസ് കിട്ടും. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അതെ, ഞാൻ എന്നാ ഓഫീസിലാന്ന് വിചാരിച്ചു. ഞാൻ കരീമാക്കേ ഇവിടെ ഉണ്ടാവും വെച്ചിട്ട് പോകുന്നതാണ്. ആളെ കുറച്ച് ഇറച്ചി ഏൽപ്പിച്ചാണ്ട് ഓർഡർ ഉണ്ട്. ഞാൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ, തിങ്കളാഴ്ച നമുക്ക് ആ നായന്മാരെ പെരയിൽ ഒരു പരിപാടി ഉണ്ട്. അതിന് കുറച്ച് സദ്യ ഉണ്ടാക്കണം. അവിടെ എത്ര ആളെ സദ്യ? അവിടെ ഇപ്പേ 1000 ആളെ പരിപാടിയാണ്. അതിൽ കുറച്ച് ബിരിയാണി ഉണ്ട്. ഞമ്മക്കൊരു 400 ആളെ സദ്യ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ 400 ആൾക്കാർ സദ്യന്റെ ആവശ്യം ഉണ്ടാവൂല. നിങ്ങളെ ആൾക്കാർ മാത്രമേ സദ്യ കഴിക്കുള്ളൂ, ബാക്കി എല്ലാവരും ബിരിയാണി കഴിക്കാറ്. അത് നമ്മൾ നോക്കണ്ടല്ലോ, അയാൾ പറഞ്ഞ വഴി ഉണ്ടാക്കുക. പിന്നെ 2000 ഗ്ലാസ് പായസം വേണമെന്ന് പറഞ്ഞു, അടപ്പായസം. അത് എന്തായാലും ഇജ്ജ് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. എടാ, എന്നോട് ഞാൻ അന്ന് പറഞ്ഞല്ലേ എനിക്ക് തിങ്കളാഴ്ച പറ്റൂലെന്ന്. അന്ന് എൻ്റെ പെണ്ണിനെ നഴ്സിംഗിന് ചേർക്കാൻ ബാംഗ്ലൂർ പോകേണ്ട ദിവസമാണ്. ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഇപ്പം പോലല്ല, പാട്ടയിലെ രാജേഷും ആ കാട്ടിലെ പ്രദീപവും ഓനാണ് വിട്ടുതരാം, ഒരു കുഴപ്പമില്ല. അതൊന്നും പറ്റൂല. രാജേഷിനെ ഇവിടെ നടക്കൂല. അയാൾ പ്രത്യേകം പറഞ്ഞിങ്ങനെ താമ്യന്നെ പായസം ഉണ്ടാക്കണം. അയാൾ എവിടുന്നോ കുടിച്ചാണല്ലോ, അപ്പാര ടേസ്റ്റിന്റെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് എനിക്ക് വേറെയും പണിയുണ്ടേ. നമ്മളെ അബ്ബാസിന്റെ ഉമ്മ അജ്ജിന് പോവുകയാണ്. അപ്പൊ അവിടെ 2 ഐറ്റം ചോറും വെക്കാണ്ട് ഒരു കോഴിപ്പൊരി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. തമിജ എങ്ങനെങ്കിലേ ആ പരിപാടി ഒന്ന് മാറ്റിയേക്കാൻ നോക്കാൻ. പെണ്ണിനേറ്റ് പോക്കേ അത് ഇനി മാറ്റിയേക്കാൻ പറ്റില്ലടാ. അനക്കറിയില്ല, ഏജന്റ് മുഖാന്തരം ഇത് വന്നിക്കണേ. എന്നാൽ തന്നെ 2 വട്ടം മാറ്റിച്ചു. ഇനി സീറ്റ് കിട്ടൂലേ. അനക്കേ ഇന്റെ ഒപ്പം വെക്കാൻ പോകുന്ന ചെക്കന്മാരെ പറ്റിയില്ല, ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു തരാം. കുറച്ച് ചോറും പായസം വെക്കാനല്ലേ. ഇജ്ജ് പറഞ്ഞ ആളാരാ? അത് നമ്മള് മഞ്ചേരി നറുകരുള്ള അരിയേട്ടല്ലേ, അയാളാണ്. അയാളെ കിട്ടൂലട്ടാ. അയാളെ ഞാൻ ഒരാഴ്ച മുമ്പ് വിളിച്ചിരുന്നു. അയാൾ തിരുവനന്തപുരത്ത് സദ്യന്റെ പരിപാടിയിലെന്നാണ്. തിരുവനന്തപുരത്ത് വലിയ പരിപാടിയാ പറഞ്ഞു. ഇനിയും വിളിച്ചിരുന്നു അയാളെ. അതൊന്നും വിഷയമല്ല, അയാളെ വിളിച്ച് ഞാൻ സെറ്റപ്പ് ആക്കി തരാമാണെങ്കിൽ. ഏതായാലും വേണ്ടില്ല, അജ്ജൊന്ന് ഏൽപ്പിച്ചോണ്ടാ. കാരണം ഞാൻ ഏറ്റെടുത്ത് പോയില്ലേ. അല്ലടാ, നമ്മൾ ഷെഡിലുള്ള ബംഗാളികളൊക്കെ വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നോ? എവിടെ വരുന്നത് താമേ? 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു.
ഇനി വലിയൊരുന്നാൾ കഴിയട്ടെ എന്നിട്ട് വരാന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാനേ ആളെ കിട്ടാഞ്ഞിട്ട് ആ മീൻവണ്ടി പോണ നൗഷാദില്ലേ, ഓനെ രണ്ടാമത്തെ ചെക്കനെ, ഓൻ്റെ ഒപ്പം 2 കൂട്ടുകാരും ഉണ്ട്. ഓനാണ് ഇപ്പൊ ചെമ്പൊക്കെ മൂറുന്നത്. എന്നിട്ട് ഞാൻ ഒരു ദിവസം പോയി നോക്കുമ്പോണ്ട് വ്ളോഗ് ചെയ്യാണ്. ഞങ്ങൾ ചെമ്പ് മൂറുകയാണ്, പാത്രം കഴിക്കുകയാണ്, അതാണ് ഇതാണെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യാ, പണിയെടുക്കണ്ടേ? ആ ചെക്കന്മാർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിക്ക് ഇടാനേ കാര്യം. അതൊന്നും നോക്കണ്ട, നമ്മളെ കാര്യം നടന്നാ പോരെ. താത്ത നാളത്തെ പരിപാടിക്ക് എന്താ ഇപ്പൊ 4 ദിവസം മുന്നേ തന്നെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്? എടി അതെ, ഈ ഇടവട്ടൊരു മഴ ഉണ്ടല്ലോ ഇപ്പൊ വൈകുന്നേരം, അതുകൊണ്ട് പന്തല് നാർത്തന്നെ ഇടിയിച്ചതാണ്. മിഞ്ഞാന്ന് എന്റെ ചേച്ചി വന്നിരുന്നേ. അപ്പൊ ഈ പന്തല് കണ്ടപ്പോ വലിയൊരു പന്തലോട്ട് കണ്ടപ്പോഴേ എന്താ ഇവിടെ കല്യാണം എന്തേലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു താത്ത ഹജ്ജിന് പോണ പരിപാടിയാണ്. അതെ, ആൾക്കാർ കുറെ വരാണ്ട്, അപ്പൊ സൗകര്യം വേണ്ടേ, അപ്പൊ വലിയ പന്തലന്നെ ആക്കിയതാണ്. ഞാൻ ഏതായാലും കുറെ നേരമായില്ലേ വന്നിട്ട്, ഞാൻ പോട്ടെ. ഞാൻ ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിലേ ഒന്ന് ചെയ്തു തരാച്ചിട്ട് വന്നതായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചതല്ലേ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പണിയൊന്നും ഇല്ലടി, ആ വെപ്പേരെ ഏൽപ്പിച്ചതുകൊണ്ടേ നമുക്ക് പിന്നെ പണിക്കാക്കാം. പിന്നെ ഇജ് നാളെ ഇജും കുട്ടികളൊക്കെ നാർത്തേനാണ് വരുവോണ്ടി. പിന്നെ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്ന ശേഷം ഇജി താത്ത മാത്രം വിളിച്ചാൽ പോരട്ടോ, അജുമാത്താന്ന് വിളിച്ചോണ്ടി. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ലേടി, ഞങ്ങളതിലേ ഹജ്ജ് കഴിഞ്ഞ് വന്നാലേ അജുമാത്താന്ന് കൂട്ടി വിളിച്ചു. താത്ത ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. നമ്മളെ കേക്കിയിലെ ആയിച്ചമ്മു മരിച്ചിട്ട് ഇജ് കേട്ടിയിലെ വിളിച്ചറിയണത് ആയിച്ചമ്മു അജ്ജുമ്മ അങ്ങനെ വിളിച്ചു പറയും മരിച്ചാലൊക്കെ. നമ്മൾ ഈ ചുറ്റുവട്ടത്തുനിന്ന് പെണ്ണായിട്ട് നിങ്ങൾ തന്നെ പോണുള്ളൂ അല്ലേ ഹജ്ജിന്? ആണുങ്ങൾ 3-4 പോണുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണടി. എത്ര മനുഷ്യന്മാർ പൈസ ഒരുക്കി വെച്ചിക്കാണ്ട് പോകാൻ പറ്റാതെ ഇരിക്കണു. അത് അള്ളാൻ്റെ ഒരു കൽപ്പന വേണം, എന്നാൽ തന്നെ ഉള്ളു പോകാൻ പറ്റുള്ളൂ. ഏതായാലും ഞാനേ ഒക്കെ റാത്തിൽ കഴിഞ്ഞ് വരട്ടെ. ആ പരിപാടിന്നേ കുട്ടികളിങ്ങനെ പറയുന്നുണ്ട്, ആ കാക്ക തൊപ്പിട്ട നെഹ്റു തൊപ്പിട്ട മാതിരിന്ന്. ചെറുക്കാതെ പെക്കോടുന്ന് ഞാൻ അത് സുന്നത്തിന് വേണ്ടി ഇട്ട തൊപ്പിയാണ്. തൊപ്പിന്റെ കാര്യമൊക്കെ ഇജ്ജ് ഇവിടെ ആ ബീരാൻ്റെ അവിടുത്തെ പരിപാടിയിലേ കോഴി ബിരിയാണി കുഴപ്പമില്ല, കുട്ടൻ ബിരിയാണി കംപ്ലീറ്റ് എല്ലാം. അതാ ജാഫറാണെ വെച്ചേക്കേണ്ടത്. ഓന് ഈ സൂപ്പർ മാർക്കറ്റ് പോയിക്കാണ്ടാണ് കുട്ട വാങ്ങല്. അവിടെ മുട്ടയോണ്ടല്ല വെട്ടുക, അവിടെ മിഷീന്മക്കാണ്ട് കയറ്റിക്കേണ്ട ബാളില്ലേ, അതുകൊണ്ട് ഏത് എല്ലും പോരും അതിൽ. അതാണ് എല്ല് കൂടുതൽ. പല്ലേറ്റ് പോയാ പല്ലെവിടക്ക് പോവാനാ, ഇത് മൊത്തം വെപ്പല്ലേ. ഓൻ അവിടെ നിന്ന് വാങ്ങിയാൽ കുറച്ച് കായ് ലാഭം കിട്ടുവേ. തിന്നണ നമ്മളല്ലേ കൊടുക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ഇപ്പൊ മോലേരെ ഹജ്ജ് പാർട്ടിയാണല്ലോ, അതിനും പോണല്ലോ. ഇപ്പൊ അതിന് മേമുട്ടിയാ ഞാനില്ല, അതിന് കായും ചെലവാക്കി പോണം. ഇവിടെ അടുത്തൊന്നുമല്ല, മണ്ണാരക്കാട്ടാണ്. മാത്രമല്ല അയക്കെന്തിനും കൈമടക്കും കൊടുക്കണ്ടേ. കായ് ചെലവായിക്കാണ് എവിടേക്കും പോകണ്ട. അല്ല അക്കൂരിപ്പോ പരിപാടികൾ കുറെ ഉണ്ടല്ലോ, ഒരു തണുപ്പ് കുറച്ച സർവത്ത് അട്ടിക്ക. അല്ല മാനോ, ഇപ്പൊ ഞങ്ങളവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വേണ്ടത്, അന്നെ അവിടെ ഒന്നും കണ്ടില്ല. ഞാനവിടെ എത്തിയിട്ടില്ല, പോണുള്ളൂ. എന്റെ സൈനവാന്റെ കുടുംബത്തിലെ ഒരു മരണം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഇപ്പോഴും വരികയാണ്. അത് 12 മണിക്കാ മയ്യത്തെടുത്ത്, പിന്നെ അത് കഴിയാതെ അവിടെ നിന്ന് പോരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ പരിപാടി ആ നേരത്തെ തന്നെയാണ്. ഏതായാലും ഞാൻ അവിടെ പോവുകയാണ്. അതന്നെ എന്നെ അവിടെ കാണാഞ്ഞ്. അല്ല മാനോ, അനക്കും പെണ്ണുങ്ങൾക്കൊന്നും ഹജ്ജിന് പോണ്ടേ? ഞാൻ തമാശ ചോദിച്ചാട്ടോ. പോണം, 2-3 കൊല്ലം കഴിച്ചട്ടെ. ഇനി അതും ആലോചിച്ചിട്ടേ നിങ്ങൾ ഇനി ഇരിക്കണ്ട. മാനുവോ ഹജ്ജിന് പോണ കാര്യം ഒരു കാരണവശാലും ഇവരോട് പറയണ്ട. എവിടെയെങ്കിലേ തിന്നാണ്ടോ നോക്കി നടക്കുന്ന ആൾക്കാരാണ് ഇവര്. ഈ ജീരക സോഡനെ ശരിക്കും കുടിച്ചാൻ പറ്റ. തിന്നാൻ പൂതി ഉണ്ടായിട്ട് പോവല്ല, പക്ഷെ ക്ഷണിച്ചുമ്പോ പോകാതിരിക്കാൻ പറ്റല്ലോ. മാളുമ്മ എത്താ എനിക്ക് പണി? കാക്ക ഇവിടെ ആൽമറിന്റെ പണിക്കാരുണ്ടായിരുന്നു, ഒരിപ്പോഴും പോയിട്ടേ ഉള്ളൂ. എന്റെ പേരപ്പണി ഇപ്പോഴും തീർന്നിട്ടില്ല. എന്ന് തുടങ്ങിയിരിക്കണത്? ഇങ്ങളെ അളിയനെ ഓരോ സമയത്ത് ഓരോ തോന്നണ. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയല്ലേ, പിന്നെ എങ്ങനെയാ തീരുക? എന്റെ മാപ്പിളന്റെ അടുത്ത് കുറച്ച് ഒഴിഞ്ഞ പൈസ ഉണ്ട്, ഓൻ അതുകൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. അല്ല ഇജെന്തെന്നല്ലേ മൂന്റെ ഇടയ്ക്ക് ഹജ്ജ് പരിപാടിക്ക് വരാഞ്ഞ്? അത് ചോദിച്ചറിയാൻ തന്നെ ഇപ്പൊ ഞാൻ പോകുന്നത്. നമ്മളെ കുടുംബത്തിലെ എല്ലാരോടും ഓള് പരിപാടി പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞില്ല. പിന്നെ എങ്ങനെ മാളുമ്മ ഞാൻ ആ പരിപാടിക്ക് വരിക? നമ്മളെ മാപ്പാന്റെ മുതൽ ഒരിയച്ച കാര്യം കൊണ്ടാണ് നിങ്ങൾ രണ്ടാളും ഇപ്പൊ തെറ്റി നടക്കണത്. അതിപ്പോ അന്ന് മുതൽ ഒരിച്ചെന്നേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതിപ്പോ ഇത്ര കാര്യമാക്കാനൊന്നുമില്ല. എന്റെ മാപ്പിള എന്നോട് കുറെ പറഞ്ഞേക്കണു, ഓൾക്ക് മാത്രമേ എന്നോട് പ്രശ്നമുള്ളൂ. അളിയനിപ്പോ കണ്ട എന്നോട് മുണ്ടണൊക്കെ ഉണ്ട്. ഓള് വല്ല കല്യാണപ്പെരീന്നോ കുടുംബങ്ങളിൽ നിന്നോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ തിരിഞ്ഞാണ് നോക്കൂല. നമ്മളെ വാപ്പാന്റെ ഉള്ള സ്വത്തുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഓരിച്ചെടുത്തു. ഞാൻ ഒരു ഇഞ്ച് ഏറെ എടുത്തിട്ടില്ല. ഞാനേ ഓളോടക്ക് പോയിട്ട് കാലം കുറേയായി. ഇച്ചാണ്ട് പോവാനൊക്കെ പൂതിയുണ്ട്. അതിന് ഓല ആരും ഇൻ്റോടക്കും വരൂല. ഒരട്ടയിൽ ഓലും ഇൻ്റോടക്കും വന്നാൽ ഞാൻ 2 വട്ടം ഓലോടക്ക് പോകും. അതിന് ആരോലും ഒന്നും ഇൻ്റോടക്ക് വരണ്ടേ? അത് ഇജ്ജ് പറഞ്ഞാൽ ശരി തന്നെയാണ്. നമ്മളെ ബാപ്പുള്ള കാലത്ത് തന്നെ
ഓക്ക് കുറച്ച് മുതലിന് ആക്രാന്തം കൂടുതലാ. എന്നാല് ആങ്ങളെന്നുള്ള നിലയ്ക്ക് ഓൾ ഹജ്ജിന് പോകുമ്പോ എന്നോടൊന്ന് പറയേണ്ടതാണ്. ഓളോട് തന്നെയാ തെറ്റ്. ആ എല്ലാരും ഹജ്ജിന് പോകുമ്പോഴേലും ആണ്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നന്നാവും. ഓള അതുമില്ല. ഏതായാലും ഓളെ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് വരട്ടെ. അല്ല അപ്പൊ എന്താ ഞാൻ പറയാ. ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയാതെ അവത്തിക്ക് വാ, ചായ എടുക്കാം. മാളുമാ ഈ സീറ്റൊക്കെ ഇനി മാണ്ടതാടി. അത് പണി കഴിഞ്ഞ് ബാക്കിയുള്ളതാണ്. ബാക്കിയുള്ളതാടി കുടിയത്തെ അലമാറയും പറ്റ കേട് നിൽക്കണു. അതാണ്ട് കൊണ്ടുപോയിക്കാണ്ട് അതൊന്നും നന്നാക്കായിന്നു. അത് ഞമ്മളതെല്ലാം ആക്കാ, അത് പണിക്കാരതാ. ഓര് വന്നത് കൊണ്ടുപോകും. എന്താ ജേഫറേജ് ബിരിയാണി വെക്കണ്ടൊക്കെ ജന്നെ തീറ്റ തടി ഇങ്ങോട്ട് കൂടിക്കണല്ലോ. ഇന്റെ തടിയേ എന്നുണ്ട് ഇങ്ങനെ, എനിക്ക് ഓർമ്മ ഞാൻ ഇപ്പൊ 2-3 കൊല്ലാ വാ കേറി ഇരിക്ക്. അല്ലടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും വിചാരിക്കാതട്ടാ. നിങ്ങൾ ബിരിയാണി പേരേ ആ പെരാന്ന് ബിരിയാണി തിന്നലില്ലേ? അതാടാ എല്ലാരും പറഞ്ഞ വർത്താനാണ്. അതൊരു മൂലയൊരു പ്രസംഗത്തിൽ പറഞ്ഞാണ്. ലാസ്റ്റ് ആ മൂലയൊരു മാപ്പും പറഞ്ഞു. അല്ല മുസ്തഫ, എന്നപ്പോ എന്റെ പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കണം? അത് 4-ാം പെരുന്നാക്കേ. ഞാൻ ആ കാര്യം ഒന്ന് ചർച്ച ചെയ്യാനാണ് ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓഡിറ്റോറിയത്തിൽ അതപ്പോ പെരിയിലെ കല്യാണം? ആ ഓഡിറ്റോറിയൊക്കെ ബുക്ക് ചെയ്തേക്കണേ, മലപ്പുറം റോസിലാണ്. എത്ര പരിപാടി ഉണ്ടാവും? 2500-3000 ആൾക്കാരെ പരിപാടിയാണ്. പിന്നെ ഇപ്പൊ ഒന്നാമത് ഭരണവും മാറിയില്ലേ, അപ്പോൾ കുറച്ച് MLA-മാരും മന്ത്രിമാരൊക്കെ അതും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് റോസിക്ക് തന്നെ ആക്കാൻ കാരണം. പിന്നെ ഇപ്പം ഞാൻ ഗൾഫിലെ സംഘടനയുടെ വലിയ നേതാവുമാണല്ലോ, അപ്പം ഞമ്മക്കൊരാളെ ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ടേ നമ്മളെ പരിപാടി ബമ്പം പരിപാടിയാക്കി മാറ്റണം, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞാലേ നാട്ടുകാരോട് പറയണം, മുസ്തഫാൻ്റെ മോളെ കല്യാണം ഇത് കാലങ്ങളോളം ജനങ്ങൾ പറഞ്ഞു നടക്കണം, അത്രക്കും ബമ്പാവാം. ബിരിയാണി പേ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആട് മന്തി, ചിക്കൻ ബിരിയാണി കുറച്ചുണ്ടാക്കുക, പകുതി കുട്ടൻ ബിരിയാണി, ഇത് 3ഉം കൂടി ആക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആട് വേണം, ഭയങ്കര റേറ്റ് ആട്ടാ. ആര് പറഞ്ഞു ചെങ്ങായിയെ? കണ്ടമാനതാ ലോറിക്ക് തവനൂർ വന്ന് ആട് ഇറങ്ങണം, കിട്ടിയ കായ്ക്ക് കൊടുത്ത് ഒഴിവാക്കാണല്ലോ. തവനൂർത്തെ ആടേ മൂത്ത ആടാണ്, അത് ബിരിയാണി ആക്കാൻ പറ്റൂല. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇളയത് കിട്ടണം. എന്നാ ഇളയ ആടേ എവിടെ ഉള്ള വെച്ച് നോക്ക്. പിന്നെ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചാളാം കേട്ടാ. ഞങ്ങൾ വൈകുന്നേരം പെണ്ണുങ്ങൾ ഇവിടെ ഇല്ല, അപ്പൊ വൈകുന്നേരം ഓള് വന്നിട്ടേ എല്ലാരും കൂടി ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ഒക്കെ എനിക്ക് വാട്സപ്പ് കണ്ടു വിട്ടുതരാം. അല്ലടാ 4-ാം പെരുന്നാൾ കറക്റ്റ് എഴുതിയില്ലേ? പിന്നെ കുറച്ച് പൈസ കൊണ്ടേക്കോ അഡ്വാൻസ് ആയിട്ട്, അനക്കാണ്ടുകൊണ്ടൊക്കെ തിരിയാനുള്ളതല്ലേ. അത് വേണ്ട, അത് പരിപാടി കഴിഞ്ഞിട്ട് തന്നാ മതി. മതിയാ? ഞാൻ പോട്ടെ. ആ എന്നാ ശരി. വലൈക്കും സലാം. ഞാൻ വിളിക്കണ്ടാ. ആ ഞാൻ മുസ്തഫാന്റെ പേരിലേറ്റും പോരാ. മുസ്തഫാന്റെ പെണ്ണിന് കല്യാണം ഉണ്ടല്ലോ അല്ലേ? അതന്നെടാ, വലിയ പരിപാടി കേട്ടോ. മലപ്പുറം റോസിൽ വെച്ചിട്ടാണ് പരിപാടി. റോസിൽ വെച്ചിട്ടുള്ള കല്യാണോ? അതിനുള്ള കേട്ടൊന്നും കേട്ടോ. ഓ നമ്മ സർപ്പൂനമാക്കി പേരും തള്ളിന്റെ ആശാനം കഴിയോ. 3 ഐറ്റം ബിരിയാണി ഒക്കെ പറഞ്ഞു. ആട് ബിരിയാണി വേണം നിർബന്ധമാണ്. ഓ പിന്നെ MLA-മാരും MP-മാരും മന്ത്രിമാരൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഇതിപ്പോ സർപ്പൂനക്കാരും പിടുത്തം മുട്ടല്ലോ. ഓന് ചങ്ങായി ഗൾഫിൽ എന്തോ ഒരു കത്തിത്തുമ്പുണ്ട്, എന്തോ ഒരു സങ്കടം ഉണ്ട്. അത് കേട്ടിക്കണ്ടേ ഇജ്ജ് നിൽക്കണ്ട കേട്ടോ. ഓന്റെ പെണ്ണുങ്ങളെ മുതലിട്ടിട്ടാണ് ഓനെ ഈ കല്യാണത്തിന് ഒരുങ്ങിക്കിട്ട്. എടാ അത് പറ്റിച്ചല്ലോ. ഓപ്പ് എന്നോട് പറയായിരുന്നേ അഡ്വാൻസ് കൊണ്ടേക്കോന്നു. ഞാൻ വേണ്ടാറിനാണേ. അതും പറയാൻ അപ്പോറും പറയും. ഓ മുസ്തഫാണ് ആള്. എന്റെ അഭിപ്രായത്തില് ജയിന്ന് ഒഴിവായിക്കാളാ. എന്താ വെച്ചാൽ ഞാൻ ആകെ തൊള്ളറക്കണത് ഒന്ന് തിന്നാനും ഒന്ന് നുണരാനാണ്. അപ്പൊ ഇജ്ജ് കഴിയണോ ഇഞ്ഞ് മാറിയാൽ എനിക്ക് നന്നാവും. എന്റെ ഭർത്താനെ കൂടി കേട്ടപ്പേ ഞാൻ വല്ല സെറ്റപ്പിലാ വിചാരിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇജ്ജ് പറഞ്ഞേ നന്നായി. ഞാൻ ബെല്ല ആരെങ്കിലേ ഒന്ന് ഏൽപ്പിച്ചു കാണും ഊരാൻ നോക്കാം. അതാ നല്ലത്. പോട്ടെ മേലെ. മാനും അതെ ബെരനു അടി ഓനോട് ഒന്നാണ്ട് പറഞ്ഞാളെ. താനും പാഞ്ച വണ്ടി അവിടെ നിർത്തിക്ക. മാനോ ഞങ്ങളെ എയർപോർട്ട് കണ്ട് പോവാണ്. ഇത് പോവുകയല്ലേ? ഷാൻപാ ഇജ്ജ വണ്ടിയാണ് വിട്ടുവിട്ടാ, റോട്ടുമ്മ കൂടി പലരും പോവും.
പൊന്നാര മക്കളെ, എൻ്റെ നബീസും ഹജ്ജിന് പോയ മാതിരി നിങ്ങളാരും പോയത് കേട്ടോ. സ്വന്തം കൂടപ്പറപ്പിനൊരു തെറ്റിക്കാണ്ട് അങ്ങനെയൊന്നും പോയാലേ നമ്മളെ ഹജ്ജ് പഠിച്ചോ സ്വീകരിച്ചില്ല. നല്ലൊരു സൽക്കർമ്മത്തിന് പോവല്ലേ, എല്ലാവരോടും നല്ല രീതിയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ച് കണ്ട് പോവാൻ നോക്കി. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഇക്കുറി കുറേ ആൾക്കാർ ഹജ്ജിന് പോകുന്നുണ്ട്. ഓലൊക്കെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചട്ടെ. അതുപോലെ നമ്മൾ പോകാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ പൈസ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും, പക്ഷെ അവിടെ എത്താൻ നമുക്ക് ഹജ്ജ് ഉണ്ടാവില്ല. ഓൽക്കൊക്കെ അടുത്ത കൊല്ലെങ്കിലും പോകാനുള്ളൊരു വിധി പഠിച്ചോൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ ഈ ബീരാങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളൂ.